ചേട്ടൻ നമ്മളിപ്പോ ഒരു ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി. എൻ്റെ ഒരു ഡൗട്ടാടാ. അപ്പൊ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ GPay വഴി ആണല്ലോ UPI വഴിയാണല്ലോ ട്രാൻസാക്ഷൻ ഒരു 10-12 രൂപ ഞാൻ അയച്ചു കൊടുക്കും. അപ്പോൾ അതേസമയം ഞാനൊരു ടോളിന്റെ ഒരു സെറ്റപ്പിൽ പോയിട്ട് ടോൾ റീചാർജ് ചെയ്യുമ്പോൾ എൻ്റെ ആ ടോളിന്റെ എമൗണ്ടേക്കാളും കൂടുതൽ എമൗണ്ട് പിടിക്കുന്നുണ്ട്. ഇവിടെ അതേസമയം സാധാരണ നോർമൽ ട്രാൻസാക്ഷന് ഒരു ഇതും വരുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു പരിപാടി അതാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആദ്യം തന്നെ ശരിക്കും എന്താ വെച്ചാല് UPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ നിന്നുള്ള പൈസ വിദേശ രാജ്യങ്ങളിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഈ സാധനം. NPCI എന്ന് പറയും, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് മാനേജ് ചെയ്യുന്നത് RBIയുടെ കീഴിൽ. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിസയ്ക്ക് അതിനൊരു കമ്മീഷൻ കൊടുക്കണം. വിസയുടെ ഒരു കാർഡ് നമ്മളൊരു സ്ഥലത്ത് സ്വൈപ്പ് ചെയ്താൽ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ ഡെബിറ്റ് കാർഡ് ആയിക്കോട്ടെ, നമ്മൾ ATM വിഡ്രോവൽ എടുക്കുക അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ ചെയ്താലും വിസയുടെ കാർഡാണെങ്കിൽ വിസയ്ക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. മാസ്ട്രോന്റെ കാർഡാണെന്നുണ്ടെങ്കിൽ മാസ്ട്രോന് നമ്മൾ കമ്മീഷൻ കൊടുക്കണം. സർവീസ് ചാർജ് ഉണ്ട് അവർക്ക്. അപ്പോൾ ഒരു രൂപ നമ്മൾ 1000 വട്ടം വിനിമയം ചെയ്താൽ ഈ 1 രൂപ അവരുടെ 1000 വട്ടം ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടാ. മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ എക്കണോമിയിലുള്ള പൈസ മറ്റേ രാജ്യത്തേക്ക് പോയി. അപ്പൊ NPCI ഉള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും. ഇവിടുന്ന് പോയി RBIയിലേക്ക്, RBIന്ന് പോയി ഇവിടെ എന്ന് പറഞ്ഞോണം ചട്ടിയിലോ വട്ടിയിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നിൽക്കും. പുറത്തേക്ക് പോകണില്ല. ഇതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പൊ ഈ ഗൂഗിൾ ഉണ്ടല്ലോ അതിന്റെ ഇടയിൽ, അപ്പൊ ഫണ്ട് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സർവീസ് ചാർജ് കിട്ടും. അതിന്റെ ഉള്ളിലുള്ള അതർ ട്രാൻസാക്ഷന്റെ സർവീസ് ചാർജുകൾ കിട്ടും. അല്ലാണ്ട് ഈ GPay ചെയ്യുന്നതിന്റെ സർവീസ് ചാർജ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ഇൻഷുറൻസുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ മറ്റേ ഫാസ്ടാഗ് ചാർജിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, എയർടെലിന്റെ ബില്ലടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അവര്. അതിനൊക്കെ അവർക്ക് ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ആളുകളുടെ ഇടയിലേക്ക് അവര് വന്നാലല്ലേ അവർക്ക് അതിലൊരു പൈസ കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ആ പ്ലാറ്റ്ഫോം അവർ ഉണ്ടാക്കിയിരുന്നത്. അവര് വൺസ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ചെലവൊന്നുമില്ലല്ലോ, റണ്ണിങ് അങ്ങനെയാണ് പോയിക്കോളും. അതാണ് അവരുടെ ലാഭം. ഈ GPayക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. GPay എന്നല്ല UPI, അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ഉള്ളില് റുപ്പേ കാർഡിന്റെ ക്രെഡിറ്റ് കാർഡ് മാത്രം അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം അക്കൗണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണേ. അല്ലാണ്ട് വിസയുടെ ക്രെഡിറ്റ് കാർഡ് ഈ സാധനത്തിന്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ NPCIക്ക് ഒരിക്കലും സ്വിഫ്റ്റ് ആയിട്ട് കണക്ഷൻ ഇല്ല. സ്വിഫ്റ്റ് ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് നമ്മുടെ വിസയും അതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ എക്കണോമിയിൽ നിന്നുള്ള കാര്യങ്ങള്, പൈസകള് ചോർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കണേ.